കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പണിക്ക് പോകുന്നുണ്ട് അങ്ങനെയുണ്ട്, സാഹചര്യം മനസ്സിലാക്കുന്നില്ല. പിന്നെ ഇപ്പോൾ എങ്കിലും ഒരു ഇതിൻ്റെ അടുക്ക് ഒരു കമൻറ്റ് കണ്ടിരുന്നു, നീ പിന്നെ എന്ത് 5,000 രൂപക്ക് സെയിൽസ് ഗേൾ ആയിട്ടുണ്ടായ പെണ്ണല്ലേ, അതിലെന്തൊരു മാന്യത കേട് ഞാൻ കാണുന്നില്ല. ഞാൻ കഷ്ടപ്പെട്ടിട്ട് പണിയെടുത്തിട്ട് ഞാൻ കട്ടിട്ട് ഓട്ടിക്കാനൊന്നും പോയിട്ടില്ല. കഷ്ടപ്പെട്ടിട്ട് ഞാൻ അധ്വാനിച്ചിട്ടാണ് ഞാൻ ഇന്നേ വരെ എൻ്റെ കയ്യിലുണ്ട് ഫോണായെങ്കിലും ബൈക്കായെങ്കിലും എന്തായെങ്കിലും ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയതാണ്. അതിലൊക്കെ ഒരു മാന്യത കേടില്ല. പണിയെടുക്കുന്നതിന് അഭിമാനമുള്ളൂ, പണിയെടുക്കുന്നതിന് മാന്യത കേട്. അപ്പൊ ഇവിടെ ഈ ഇങ്ങനെ പറയുന്ന ഒരു സമൂഹം തിരിച്ചിട്ട് ഇത്തരം രംഗത്തേക്ക് ഇറങ്ങി വരാൻ വേണ്ടി പ്രയാസപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ട്. നമ്മുടെ അത് മുസ്ലിം സമുദായം ഏത് സമുദായത്തിലായാലും ഇത്തരം പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. പുറത്ത് ആക്ടിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ജോലിക്കായിട്ട്, അല്ലെങ്കിൽ ഒരു പുറത്തൊന്ന് സഞ്ചരിച്ചാൽ, ഇപ്പോൾ ബൈക്കിൽ സഞ്ചരിച്ചാൽ പോലും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ബൈക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അതിലൊക്കെ ഒരുപാട് വിമർശനങ്ങൾ നേരിടുന്ന പെൺകുട്ടികൾ ഇതിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞ് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അവർക്കിടയിൽ താങ്കളൊരു റോൾ മോഡലാണ്, ഇതിനൊക്കെ മാറ്റിക്കൊണ്ട് നേരായ വഴിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇത്തരം ഒതുങ്ങി നിൽക്കുന്നവരോട് സമൂഹത്തിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് താങ്കൾക്ക് പറയാനുള്ളത് എന്താണ്? ഇറങ്ങി വരുന്ന എല്ലാവരും ഇൻഡസ്ട്രിക്ക് വരണമെന്നല്ല, പക്ഷെ പൊതുവെ നമ്മുടെ പെൺകുട്ടികൾക്ക് പലതും ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ. പെൺകുട്ടികൾക്കും ആഗ്രഹിക്കാലോ, ആഗ്രഹങ്ങൾ എല്ലാവർക്കും ആഗ്രഹിക്കാലോ. പക്ഷെ പല ആഗ്രഹങ്ങളും ഉള്ളിൽ ഒതുക്കിയിട്ട് കഷ്ടപ്പെട്ടിട്ട് ആരോ താല്പര്യങ്ങൾക്ക്, ആരോ ഡിസിഷൻസിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ട് ജീവിക്കുന്ന എത്രയോ ഗേൾസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ എന്തെല്ലാം കേൾക്കാം. എന്നോട് എല്ലാവരും പറഞ്ഞു എനിക്ക് ഭയങ്കര ഫ്രീഡമാണ്, കാര്യമാണ്. ഈ ഫ്രീഡം ഞാൻ നേടിയെടുത്തത് എൻ്റെ ജീവിത അവസ്ഥയിലൂടെയാണ്. അതുപോലെ നിങ്ങളെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഓപ്പണായിട്ട് നിങ്ങൾ പാരൻസിനോട് പറയാം, പിന്നെ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് പറയാം. അത് ഓക്കെ ആണെങ്കിൽ, അത് ഗുഡ് ആണെങ്കിൽ അതിൽക്ക് നിൽക്കാൻ ആൾക്കാരുണ്ടാവും. പിന്നെ സമൂഹത്തിന് അതിനെ നോക്കേണ്ട ആവശ്യമില്ല. നാളെ നമ്മൾ ഒരു പൊസിഷനിലേക്ക് എത്തിയിട്ട് നമുക്ക് പറയാനേ ആരും ഉണ്ടാവില്ല. കുറ്റം കണ്ടെങ്കിൽ ആൾക്കാർ പറയാൻ വരും, നല്ലത് കണ്ടെങ്കിൽ നീ ചെയ്തത് നല്ലതാണ്, ഞങ്ങൾ ചെയ്തത് കൊണ്ട് ഞങ്ങൾ അതൊന്ന് പറയാൻ ആരും ഇന്നത്തെ സമൂഹത്തിൽ വരുന്നില്ല. പക്ഷെ നമ്മളൊരു ചെറിയൊരു തെറ്റ് കണ്ടെങ്കിലോ അത് പറയുന്ന എത്രയോ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ആൾക്കാരെ നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് എന്താണ് ഇഷ്ടമോ, നമുക്ക് എന്താണ് ചെയ്യുന്നത്, അത് നല്ലതാണോ ചെയ്യാം. ഇനിയിപ്പോഴും നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റിനെ കുറിച്ചിട്ട്